അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നമ്മൾ വീണ്ടും അറിയുകയാണ്. അള്ളാഹു അവിടത്തേക്ക് നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് നമുക്ക് ഇന്ന് പറയാം. അത് മറ്റൊന്നുമല്ല, നമുക്ക് നമ്മളോട്, ഈ ശരീരത്തോട്, ഞാൻ അടക്കമുള്ള നമ്മൾ ഓരോരുത്തരുടെയും ശരീരത്തോട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾ ആരാണ്? നമ്മുടെ ഉമ്മയാണോ, നമ്മുടെ വാപ്പയാണോ, മക്കളാണോ, ഭാര്യയാണോ? ഇങ്ങനെയൊക്കെ ആലോചിച്ചാൽ അതിനെല്ലാം മറികടക്കുന്ന വിധത്തിലുള്ള ഉത്തരം നമ്മളോട് ഏറ്റവും ബന്ധം കാണിക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതിൽ സംശയം ഇല്ല. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ 6-ാമത്തെ സൂക്തം നിങ്ങളൊന്ന് കേൾക്കൂ. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വ അസ്വാജുഹു ഉമ്മഹാത്തുഹും. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അവർക്ക് അവരുടെ ശരീരത്തോടുള്ള ബന്ധത്തെക്കാൾ ആർക്കാണ് മുഅ്മിനീങ്ങളോട് ബന്ധമുള്ളത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. ആ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ നിന്ന് പറഞ്ഞ മറ്റൊരു വാചകമുണ്ട്, മാമിൻ മുഅ്മിനിൻ ഇല്ലാ വഅന ഔലാ ബിഹി ഫിദ്ദുനിയ വൽ ആഖിറ. തീർച്ചയായും ഒരു വിശ്വാസിയുമില്ല, എങ്ങനെയല്ലാതെ ഞാൻ അവരോട് ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും ബന്ധമുള്ളവരായിട്ടല്ലാതെ ഒരു വിശ്വാസിയുമില്ല എന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസികളായ നമ്മളുടെ ഓരോരുത്തരുടെയും കാര്യത്തിൽ ഏറ്റവും ജാഗ്രതയും ശ്രദ്ധയുമുള്ളത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തന്നെയാണ്. സൂറത്ത് തൗബയിലെ അവസാനത്തെ സൂക്തവും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും എന്ന് തുടങ്ങുന്ന ആ സൂക്തത്തിൽ നമ്മൾ കേട്ടത്, നമ്മൾ മനസ്സിലാക്കിയത് വിശ്വാസികളായ നമ്മളോട് ഓരോരുത്തരോടുമുള്ള വിശാലമായ സ്നേഹത്തിൻ്റെ ഒരു ഇടപെടലാണ്. ഈ അർത്ഥത്തിലേക്ക് തൻ്റെ ഉമ്മത്തിനോട്, വിശ്വാസി സഹോദരങ്ങളോട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നവർ, ആരുമില്ലാത്തവർക്ക് അത്താണി, അവരുടെ കടങ്ങളെ ഏറ്റെടുക്കുന്നവൻ. ഒരു ഹദീസിലുണ്ട് അങ്ങനെ, ഒന്നുമില്ലാത്തവർ, ആരും ഏറ്റെടുക്കാനില്ലാത്തവർ, അവർക്ക് കടമുണ്ട് എങ്കിൽ ഏറ്റെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവനാണ് ഞാൻ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. വിശ്വാസികളെ മുഴുവനും ഏറ്റെടുക്കാൻ മാത്രമുള്ള കെൽപ്പിലേക്ക്, ശക്തിയിലേക്ക്, വിധാനത്തിലേക്ക്, മഹത്വത്തിലേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടെത്തിച്ചു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രവാചകർ ഏറ്റെടുക്കുന്ന അനുയായികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് നമുക്ക് ആവർത്തിച്ചു പ്രാർത്ഥിക്കാം. ആമീൻ. അസ്സലാമു അലൈക്കും.